അപ്പുവിന് നഗരത്തിലെ പുതിയ ജോലി കിട്ടിയപ്പോൾ അവൻ ഒറ്റയ്ക്ക് താമസിക്കാൻ തീരുമാനിച്ചു. താമസ സ്ഥലത്തേക്ക് പോവാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി ഒരു പാലമരത്തിൻ്റെ ചുവട്ടിലൂടെ കടന്നുപോകുന്ന ഊടുവഴിയായിരുന്നു. നാട്ടുകാർ ആ വഴി ഒഴിവാക്കും, പ്രത്യേകിച്ചും സന്ധ്യ കഴിഞ്ഞാൽ. അവിടെ യക്ഷിയുടെ സാന്നിധ്യമുണ്ടെന്നാണ് കഥ. അപ്പുവാകട്ടെ ഇത്തരം കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ലാത്ത ഒരാളായിരുന്നു. ഒരു ബുധനാഴ്ച രാത്രി ജോലി കഴിഞ്ഞു വരുമ്പോൾ സമയം 10 മണി കഴിഞ്ഞിരുന്നു. ഇരുട്ടിലൂടെ നടക്കുമ്പോൾ ദൂരെ നിന്ന് അവനൊരു മണം കിട്ടി. പാരിജാതപ്പൂവിൻ്റെ അതിമനോഹരമായ എന്നാൽ പേടിപ്പെടുത്തുന്ന മണം. അവൻ പാലമരത്തിൻ്റെ അടുത്തേക്ക് എത്തി. അവിടെ നീണ്ട മുടിയും വെള്ള വസ്ത്രവും അണിഞ്ഞ ഒരു സ്ത്രീ ഇരിക്കുന്നു. ആരാ അത് ഈ സമയത്ത് ഇവിടെ? അപ്പു ചോദിച്ചു. ആ സ്ത്രീ പതുക്കെ മുഖമുയർത്തി. അവൾ അതീവ സുന്ദരിയായിരുന്നു. അവളുടെ കയ്യിൽ ഒരു പഴയ നീലക്കല്ല് പതിച്ച മോതിരം തിളങ്ങി. എനിക്കിവിടെ ഇരുന്നാൽ മതി, നിങ്ങൾ പേടിക്കണ്ട, അവൾ മധുരമായ ശബ്ദത്തിൽ പറഞ്ഞു. അപ്പു ഒരു നിമിഷം അവളെ നോക്കി നിന്നുപോയി. ഇതത്ര സുരക്ഷിതമായ സ്ഥലമല്ല, നമുക്ക് ഒരുമിച്ച് മെയിൻ റോഡ് വരെ പോകാം. അവൾ ചിരിച്ചു. എനിക്ക് ഒരിടത്തും പോകാനില്ല അപ്പു. അവൻ ഞെട്ടി. നിങ്ങൾക്കെങ്ങനെ എൻ്റെ പേരറിയാം? അവളുടെ ചിരി മാഞ്ഞു. മുഖത്ത് പതിയെ ഒരു തരം വെളുപ്പ് വ്യാപിക്കാൻ തുടങ്ങി. അവൾ പറഞ്ഞു. നിങ്ങൾക്കെന്നെ ഓർമ്മയില്ലേ? ഈ പാലമരച്ചുവട്ടിൽ വെച്ച് എൻ്റെ കല്യാണമോതിരം തട്ടിയെടുത്ത ശേഷം നിങ്ങൾ എന്നെ ഇവിടെ തനിച്ചാക്കി പോയത്. അപ്പുവിൻ്റെ തലച്ചോറ് മരവിച്ചുപോയി. അവൻ്റെ കൈവിരലുകളിലേക്ക് അവൻ നോക്കി. അതിൽ അവൻ്റെ അമ്മ സമ്മാനിച്ച പുതിയ നീലക്കല്ല് പതിച്ച മോതിരം തിളങ്ങുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ ചുമന്നു. ആ സൗന്ദര്യം മാഞ്ഞ് പകരം ഒരു ഭീകര രൂപം തെളിഞ്ഞു. അവളുടെ കൈകൾ അവനെ പിടിക്കാൻ നീണ്ടു. അവളുടെ നീണ്ട വിരലുകൾ അവനെ സ്പർശിക്കാൻ വന്നു. അപ്പുവിൻ്റെ ശരീരം തണുത്തുറഞ്ഞു. അവൻ നിലവിളിച്ചുകൊണ്ട് റോഡിലേക്ക് ഓടി. പിറ്റേന്ന് രാവിലെ പാലമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് അധികം ദൂരെയല്ലാതെ നാട്ടുകാർ ഒരാളെ ബോധരഹിതനായി കണ്ടെത്തി. അയാളുടെ കഴുത്തിൽ 2 കറുത്ത പാടുകളുണ്ടായിരുന്നു. അവൻ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചെങ്കിലും ആ മോതിരം തേടി അവൾ രാത്രികളിൽ ആ വീട്ടിലെ ജനലിനരികിൽ കാത്തിരിപ്പുണ്ടായിരുന്നു.